ഇന്റർനെറ്റ് ശരിയായോ സാർ? ശരിയായി ഗണേശ. പണ്ട് ഇതിന് കണക്ഷൻ ഉണ്ടായിരുന്ന മാസാമാസം ബില്ല് വരുന്നതേ ഇവിടുത്തെ മുതലാളിമാർക്ക് പിടിക്കൂല, അങ്ങനെ കട്ടായതാ. ഇനി നമുക്ക് കൃത്യമായിട്ട് ബില്ലടയ്ക്കാം. യെസ്, മേ ഐ കം ഇൻ? ഇംഗ്ലീഷ് അറിയാത്ത ആരാന്ന് തോന്നുന്നു. എന്തേ? അപ്പച്ചൻ. അപ്പച്ചനോ? ഹൗസ് അപ്പച്ചനല്ലേ, സൈക്കിൾ ഷാപ്പിലെ. മൂപ്പര് 2 ദിവസമായിട്ടില്ല, അതാ മുറി. അല്ല, ഇവിടേക്ക് വരാനാ പറഞ്ഞേ. ഈ വിലാസോ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അയ്യോ, അതാരാപ്പത്? ചന്തുകുട്ടിയാണോ നമ്മളെ കേട്ടി? ഗണേശ, അവരെ അകത്തേക്ക് വിട്. മേനോൻ സാർ അപ്പച്ചനോ? ഇനിയിപ്പോ അപ്പച്ച മേനോൻ എന്നാണോ പേര്? അപ്പച്ചൻ 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 അപ്പച്ച അപ്പച്ചൻ മേരി അപ്പച്ചൻ മേരി. കണ്ടു. എന്താ താമസിച്ചേ? ബസ് 2-3 മാറി കയറി. പിന്നെ ഇവനെയും കൊണ്ടല്ലേ അപ്പച്ച വരുന്നേ. മടങ്ങി നിക്കേയില്ല, ഇരിക്കേയില്ല. അപ്പച്ചൻ മേരി അപ്പച്ചൻ. എങ്ങനുണ്ട് അപ്പച്ച കാലിന്റെ വയ്യായിക? അതങ്ങനെ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതാ. എനിക്ക് പൊറോട്ടയും ഇറച്ചിയും വേണം. ഇറച്ചിയും പൊറോട്ടയും, പൊറോട്ടയും ഇറച്ചിയും. ഗണേശ, കാശുണ്ട് സാർ, ഞാൻ വാങ്ങിച്ചോളാം. പൊറോട്ടയും ഇറച്ചിയും. പൊറോട്ടയും ഇറച്ചിയും തരി, ഒന്ന് അടങ്ങിയിരി. പൊറോട്ടയും ഇറച്ചിയും. മൂപ്പരുടെ മോനും മോളോ? മേനോൻ എങ്ങനെ ക്രിസ്ത്യാനി മക്കള്? ഇവിടെ പിള്ളേരുണ്ടാക്കാൻ ജാതി മതവും തടസ്സമല്ല, ഉണ്ടായ പിള്ളേരുടെ ജാതിയെ പ്രശ്നമാകൂ. ഈ ചങ്ങായിയാളൊരു സസ്പെൻസ് ത്രില്ലനാട്ടോ. എന്താണ് നിങ്ങളുടെ അമ്മച്ചിയുടെ? വീട് വിട്ടിറങ്ങിയ ശേഷം കിടപ്പ് തന്നെയാ. കുര്യാക്കോസ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? പലപ്പോഴായി വാങ്ങിയത് 6 ലക്ഷം ഉറുപ്പിക. പലിശയും പലിശയുടെ പലിശയായി ഇപ്പൊ അത് 25 ലക്ഷം ആയിന്ന. അത് കൊടുത്താലേ വീടിന്റെ ആധാരം തിരിച്ചു തരൂന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മതി അവിടുത്തെ പൊറുതി എന്നും പറഞ്ഞു. വീട് പൂട്ടി താക്കോലും കൊണ്ടങ്ങ് പോയി ഒരു ദിവസം. പിന്നെ അവിടെ നിൽക്കാനുള്ള നാണക്കേട് കൊണ്ടാ കൂട്ടുപുഴയിലെ മാത്തുപ്പാപ്പന്റെ അവിടേക്ക് പോയത്. ഇപ്പൊ പാപ്പന്റെ ചായക്കടയുടെ ഒരു ഭാഗത്ത് കിടക്കുന്നു. അവിടെ പാത്രം മോറലും കുശിനിപ്പണിയും. 3 നേരം ആഹാരം കിട്ടും. അപ്പച്ചനൊന്നു വന്നാ എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്താ കുര്യാക്കോസ് മുതലാളി വീട് തിരിച്ചു തന്നേനെ. ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല. 25 അവരുടെയും പ്രശ്നം. നീ ഇതിനകത്ത് കിടന്നോ, നാളെ രാവിലെ വിളിക്കാം. സാറേ, ഫുഡ് റെഡി. പൊറോട്ടയും ഇറച്ചിയും. കേട്ട് കൊച്ചേ, മിണ്ടാതിരിക്കെ. പൊറോട്ട ഇറച്ചി. ഇത്തിരി വെള്ളം കിട്ടുമോ? അതിനെന്താ അപ്പച്ച, പൊറോട്ട അടി മേടിക്കുവേ. പൊറോട്ട ഇറച്ചി തരാൻ കൊച്ചേ. പൊറോട്ട ഇറച്ചി കഴിക്കുക. ഇന്നിവിടെ കിടന്നിട്ട് രാവിലെ പോവാം. നാളെ പോവാമേ. ശരി, സമ്മതിച്ചു. പിടിക്കേ. നാളെ പോവാമേ. നാളെ പോവാ. നാളെ പോവാമേ. പൊറോട്ട ഇറച്ചി. ശരി, എടുക്കട്ടെ. പൊറോട്ട ഇറച്ചി. മക്കളാ, ഒരു ജന്മത്തിൽ കെട്ടിയാടാൻ നിരവധി പ്രച്ഛന്ന വേഷങ്ങൾ. അതാണ് മാമ്പറത്ത് ഗോപാലമേനോൻ അച്യുതമേനോന്റെ യോഗം. ഇവർക്ക് ഞാൻ സമ്പാദിച്ചു കൊടുത്ത വീടും പറമ്പും ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ കൊണ്ടുപോയി. അമ്മയും 2 മക്കളും പെരുവഴിയില്ല. കരകയറ്റണം. നിവർന്നു നിൽക്കാൻ കാലുകൾക്കുറപ്പില്ലെങ്കിലും കണ്ണും പൂട്ടി തിരിഞ്ഞടക്കാനാവില്ലല്ലോ. മേനോ സാറേ, 25 ലക്ഷം ഉറുപ്പിയുണ്ട് ഇതിനുള്ളില്. ഇത് മുഴുവൻ മേനോ സാറിന്റെ ബുദ്ധി കൊണ്ട് നേടിയതാ. ഇത് വീതം വെക്കുമ്പോ ശതമാന കണക്കൊന്നും ഞങ്ങൾ പറയില്ല. എത്ര വേണോ ഇതിന്ന്? അല്ല, ഇനിയിപ്പോ ഇത് മുഴുവനും 500 ഉറുപ്പിക വേണം രാവിലെ വരെ തിരിച്ചയക്കാൻ. വിദേശത്തേക്ക് വിളിക്കാൻ കഴിയുമോ ജയപ്രകാശിന്റെ ഫോണിൽ നിന്ന്? ISD എന്റെ ഫോണിലുണ്ട്. ഒന്ന് വേണം, ഒരിത്തിരി മദ്യവും. തലച്ചോറിലെ ഇരുള് വീണ ഫാക്കൽറ്റികളെ ഒന്ന് ലിറ്റപ്പ് ചെയ്യാൻ. മേനോ സാറേ,
ഒന്നുമില്ല. സത്യത്തില് നിങ്ങൾ ആരാ? അറുപതിൻ്റെ തുടക്കത്തില് മദ്രാസ് ലോ കോളേജിൽ നിന്ന് BL കഴിഞ്ഞ് കോഴിക്കോടെത്തി. കോടതിക്ക് പുറത്തുള്ള വ്യവഹാരങ്ങളിലായിരുന്നു എനിക്ക് താല്പര്യം. ഓരോ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴെല്ലാം അതെൻ്റെ ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങി. ഗാന്ധിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഹ്യൂമനിസം, റാഡിക്കൽ ഹ്യൂമനിസം, മാറി മാറി സ്വീകരിച്ച മന്ത്രദീക്ഷകൾ. അമ്മ എന്ന ലക്ഷ്മിയമ്മ, ആദ്യ ഭാര്യ, അവളുടെ ആ എലീറ്റ് ക്ലാസ് ക്ലെൻലിനെസ്, മനം പുരട്ടുന്ന ആഭിജാത്യത്തിൻ്റെ കൊച്ചമ്മകളി താങ്ങാവുന്നതിനപ്പുറമായപ്പോഴാണ് വിട്ടുപോയത്. കൂടല്ലൂരിലെ ഒരു തേയിലത്തോട്ടത്തിലെ മാനേജർ ഉദ്യോഗം. ആ ഒറ്റപ്പെടലിൽ ആദ്യം വീട്ടുജോലിയും പിന്നെ കൂട്ടുകിടക്കാനും തയ്യാറായ ഗ്രേസി എന്ന പെൺകുട്ടി, ഒരു പാവൻ തോട്ടം തൊഴിലാളിയുടെ മോള്. കൂടല്ലൂർ വിട്ടുപോരുമ്പോൾ ഈ 2 കുട്ടികളും ജനിച്ചിരുന്നു. ഇരിട്ടിയിലെ ഒരു വീടും സ്ഥലവും വാങ്ങി താമസമാക്കി. അച്യുതനെ അബ്രഹാമാക്കാൻ ചില പള്ളിക്കാരും പൊട്ടക്കാരും. ഒരു പുതിയ പേര് സ്വീകരിക്കുന്ന പ്രയാസമൊന്നുമില്ല. പുതിയ ശരീരവും മനസ്സും പള്ളിക്ക് തരാൻ കഴിയുമെങ്കിൽ. മകൾക്കൊരു വിവാഹാലോചനയായിട്ട് ആരും വരില്ലെന്നായപ്പോഴാണ് അവിടെ വിട്ട് അലച്ചിൽ തുടങ്ങിയത്. ഫലമൊന്നും ഉണ്ടായില്ല. മിശ്രവിവാഹത്തിലെ സന്തതിയായതുകൊണ്ട് മാത്രമല്ല, സ്ത്രീധന കച്ചവടച്ചന്തയിലെ വിക്കാപ്പുരുളായിപ്പോയി. ഫോണിങ്ങാ. അല്ല, ഈ പാതിരാത്രിയിൽ ആരെ വിളിക്കുന്നത്? നമ്മളെല്ലാം ഇരുട്ടില്. ഭൂമിയുടെ മറുവശത്ത് ഇപ്പോൾ പ്രഭാതമല്ലേ. അമേരിക്കയിലുള്ള മകള്, പിന്നെ യാത്രക്കിടയിൽ ഇപ്പോൾ ജനീവയിലുള്ള മകൻ. സായിപ്പിൻ്റെ ഭാഷ പറഞ്ഞ അവരുടെ സ്റ്റെപ്പ് ബ്രദറിനെയും സ്റ്റെപ്പ് സിസ്റ്ററിനെയും ഒരു ചായക്കടയുടെ ചായപ്പീന്ന് രക്ഷിക്കാൻ സഹായിക്കുമെന്നറിയണം. ഒരു തരത്തിൽ പറഞ്ഞാൽ 2 മക്കളുടെ കിടപ്പാടം വീണ്ടെടുക്കാൻ മറ്റ് 2 മക്കളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്ന ഒരു ഗതികെട്ട അച്ഛൻ. റോയ്സാ, 2 കാപ്പി. ഇങ്ങനെ CHന്റെ ഫോണിൽ നിന്ന് വിളി പോയപ്പോ അമേരിക്കയിലുള്ള മകളും ജനീവയിലോ മറ്റോ ഉള്ള മകനും പിന്നെ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. വെബ് ക്യാമറോ? ക്യാമറ ഒന്നുമില്ല, ഡയലോഗ് അടിയായിട്ടാ. വിശദമായിട്ടൊരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് പണി കൊടുക്കുന്നായിരുന്നു ഭീഷണി. ബോണ്ട വേണ്ട. എന്ത് പണി? ഇടി, ഇത്ര കൊമ്പത്തുള്ള മക്കളുണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ടി വന്ന ഒരു പാവ അച്ഛന്റെ കഥയായിരിക്കും ആ കുറിപ്പ്. അതിലവർക്ക് എന്തിനാ അത്ര പേടി? അവരുടെ അമ്മയും മേനോനും ലീഗലി പിരിഞ്ഞതല്ലേ? അതൊക്കെ കോടതിയിൽ പറയാൻ പറ്റുന്ന ന്യായം. ഇടി, അയാളുടെ മകനെന്ന് പറഞ്ഞ കക്ഷിയില്ലേ, അയാൾ ഈ UN-ന്റെ എന്തെന്നാ തേങ്ങാപ്പിണ്ണാക്ക് സെക്രട്ടറി ജനറലോ? സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ പ്രതിനിധിയാണെന്നാണ് പറയുന്നത്. ഇമാതിരി ഒരു ന്യൂസ് കിട്ടിയാൽ നാഷണൽ മീഡിയ അത് ആഘോഷിക്കില്ലേ? ഒരു ദേശീയ താരം, അതും ഒരു മലയാളി, പൊളിച്ചെടുക്കാൻ കിട്ടുന്ന ചാൻസ് അല്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി അവസാനം? എന്താവാൻ, 25 ലക്ഷം റുപ്യ കൊടുക്കാന്ന് സമ്മതിച്ചു മക്കള്. അപ്പൊ ഫ്രോഡ് കളിയിൽ നിനക്ക് തികഞ്ഞൊരു ഗുരുവായി. നീ ആ ബില്ല് കൊടുക്ക. ഗോൾഡൻ മാളിന് വില പറയാൻ ഒരാൾ വരുന്നുണ്ട്, ഒരു NRI പുലി. CHനെ കൂട്ടി അങ്ങോട്ട് പോണം. ചില്ലറ വീഴണ കേസാണ് മോളെ. നമസ്കാരം സാർ. ഓ, ഇവിടെ ഉണ്ട്. ജോയേട്ടാ, ഞങ്ങള് ഇതാണ് പ്രോപ്പർട്ടി. ഏതാ കോട്ട്? നിനക്ക് മനസ്സിലായില്ല? ഇല്ല. അതാണ് മധുസൂദന പണിക്കർ. ദുബായിലും ആഫ്രിക്കയിലും ഒക്കെ കളി. പണിക്കർക്ക് ഇതൊരു പുതിയ കപ്പലിന്റെ വാങ്ങുമ്പോഴത്തെ കേടാ. ഇന്ന് തന്നെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. പണിക്കർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ടോ? ഇക്കുറി പണിക്കർ അത് വാങ്ങുന്നാ കേൾക്കുന്നത്. ആളൊരു പ്രാഞ്ചേട്ടനാ, കണ്ടറിഞ്ഞു. ഈ വന്ന ബോസിനെ മനസ്സിലായോ? ഇല്ല. ഇതാണ് ഗോൾഡൻ പാപ്പൻ. ഓ, ഇയാളെന്താണ്ടായി നീല തുമ്പിന്റെ മേളിൽ? ജാഗർ വാങ്ങാൻ പാപ്പനും മടിക്കൊത്തൊന്ന് തപ്പിയാ മതി. പക്ഷെ അത് പിശുക്കെന്ന് പറഞ്ഞാലേ ഈ നാട്ടില് പാപ്പനെ കഴിഞ്ഞിട്ട് വേറെ പിശുക്കനുള്ളൂ.
ഇതാണ് ആ ചെങ്ങായിന്റെ സ്വഭാവം. ആ വണ്ടി നിർത്തി സ്റ്റാൻഡിൽ ഇടാനേ ഉള്ളൂ. എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് നടത്താതെ പാപം വിടില്ല. നമസ്കാരം പാപ്പ ചേട്ടാ. നമസ്കാരം രായനെ. ക്ലബിൽ പോക്കൊക്കെ ഉണ്ടോ? ആ എന്നതാ ജോയിയെ, തടിയൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ടല്ലോ. കുറഞ്ഞു. കുറച്ച് കൂടി. ഈശോയെ ഇതാര്? അഹമ്മദൊക്കെ ഉണ്ടല്ലോ. ഇക്കാന്നൊന്നും വിളിക്കല്ലേ പാപ്പൻ ചേട്ടാ. പിന്നെ വിളിക്കാതെ. നമ്മുടെ പേരിലേ ഗോൾഡൻ ഉള്ളൂ. കേരളത്തിലെ ഗോൾഡ് കച്ചവടം കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ അഹമ്മദ് കാ. എവിടെ? ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരിൽ കാണാനും ഒന്ന് തൊടാനും കഴിഞ്ഞല്ലോ. അപ്പൊ രായനെ എങ്ങനെ, നിങ്ങൾ അത് കയറി കാണുന്നോ അതോ നമ്മൾ എവിടെങ്കിലും ഇരുന്ന് സംസാരിക്കണോ? ഒന്ന് ഇരിക്കല്ലേ? എന്നാ വീട്ടിലേക്ക് പോ. ആയിക്കോട്ടെ. പാപ്പഞ്ഞേട്ടൻ വീട്ടിലേക്ക് ഞങ്ങൾ. നീ വണ്ടി എടുക്ക സീച്ച. ഇത് കൂടെ വിട്ടില്ലെങ്കിലേ പണി പാളും മോനെ. അയ്യോ ചേട്ടാ അടക്കല്ലേ, ഞങ്ങളുണ്ട്. വൈഫ് മരിച്ചിട്ട് ഇപ്പൊ കൊല്ലം 5-6 2 മക്കളാ. മൂത്തവൻ അമേരിക്കയിൽ നാസായില് സയന്റിസ്റ്റാ. അവൻ കിട്ടിയതൊരു നായര് പെണ്ണെ. നായരല്ല, മേനവനാ. അവളും അവിടെ തന്നെ നാസയില്. ഇളയത് മോളാ. അവള് ബാംഗ്ലൂരാ, ഡോക്ടറാ. അവളും അതെ, കെട്ടിയവനും അതെ. അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനില്ല. കൊണ്ടുവരട്ടെ. നിനക്ക് വിരോധമുണ്ടാ? ഏയ് എനിക്ക് സന്തോഷമുള്ളൂ. ഒന്ന് കാണാലോ. ആശുപത്രി കാലിക്കറ്റ് മെഡിക്കൽ സെന്റർ ഞാൻ ഇങ്ങ് മേടിച്ചു. അപ്പൊ ഒരു ടൈറ്റ് വരുമല്ലോ. വന്നു. അതായി ഷോപ്പിംഗ് മോൾ അങ്ങ് തട്ടാവും തീരുമാനിച്ചത്. ഷോപ്പിംഗ് മോളോ? അതേത് മോള്? മോളല്ലടാ, മാൾ. കേട്ടോ അമ്മദക്ക, അതിന്റെ ഇടയിൽ വേറൊരു കുരിശ്. അമേരിക്കയിൽ നിന്ന് മോൻ വിളിക്കുന്നു. അവന് 25 രൂപ ക്യാഷ് വേണമെന്ന്. അമ്മായി പേര് കൊടുക്കാനാ. അപ്പൊ രായനെ ഞാൻ അഡ്വാൻസ് എത്ര വേണമെന്നാ പറഞ്ഞത്? 15 വേണമെന്നാണ് പാപ്പൻ ചേട്ടൻ പറഞ്ഞത്. ആണോ? എന്നാ ഞാൻ മാറ്റി. എനിക്ക് 25 വേണം. പണി പാളും. എന്തേ കണ്ടോ? കാശ് ഇപ്പൊ 25 ഓ 50. അത് പാപ്പൻ ചേട്ടൻ പ്രശ്നമാക്കണ്ട. എനിക്ക് പക്ഷെ അക്കൗണ്ട് മണിയെ തരാൻ പറ്റൂട്ടോ. അപ്പൊ എങ്ങനാ രായനെ? മുഴുവൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയാവില്ല. അത് പ്രശ്നമാക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. വിലയുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ. 85. എന്താടാ? 100ന്റെ മേലെ പറഞ്ഞിരുന്ന 85 85. അപ്പൊ നമുക്കതങ്ങ് എഴുതി ഇരുകൂട്ടരും സൈൻ ചെയ്യണം. പണിക്കർ സാർ നാളെ അങ്ങ് ദുബൈക്ക് പോകും. ആണോ? എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ശീലമില്ല ജോയി. എനിക്ക് വിശ്വാസം വാക്ക. അത് ഞാൻ തെറ്റിക്കുന്നവരുമായിട്ട് എനിക്ക് ഒരു ഇടപാടുമില്ല. ഇതൊരു ചടങ്ങല്ലേ പാപ്പൻ ചേട്ടാ. ആ ചടങ്ങിന് എനിക്ക് കുറി അയക്കണ്ടാമതൊക്കെ. പിന്നെ 25 രൂപ ഇന്ന് കൈ കിട്ടിയാൽ നമുക്ക് ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോവാ. എടാ എൽദോസേ, കഞ്ഞി എടുത്ത് വെക്കടാ. ഞാൻ ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞിയ. അതിനാരും ക്ഷണിക്കുന്നില്ല കേട്ടോ. പണിക്കർ സാറിന് നല്ല ബിരിയാണി വാങ്ങിക്കൊടുക്കരായനെ. താരകണി കൊണ്ടോ ചിക്കൻ പറഞ്ഞാ മതി. അഹമ്മദ്, നമുക്കൊന്ന് സംസാരിക്കണം. പാപ്പൻ ചേട്ടാ, ഞങ്ങളൊന്ന്. ഓ രായനെ ഏതാ ഈ പിള്ളേര്? അത് ഞങ്ങൾ ഇവിടെ. ഓ ചൂണ്ടുകൂലിക്കാരായിരിക്കും. രായനെ ഒരു കാര്യം ഞാൻ പറയാം. കമ്മീഷൻ വാങ്ങാൻ ഒരു ജുമായ്ക്കുള്ള ആളെയും കൊണ്ട് വന്നേക്കരുത്. അവനോട് ഇവനോട് മറ്റവനോട് മറിച്ചവനോട് എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. ഇല്ലാന്ന് ആദ്യം ഹലാക്കൊന്ന് ഉറക്കട്ടെ. പന്നി എന്ത് വന്നിട്ട് കൈവിട്ടളെ. ഇതിപ്പോ 85 നല്ല കിട്ടല. സിയച്ചേ, നീ ഗണേശനെ ഒന്ന് വിളി. പാപ്പൻ ചേട്ടാ, നിങ്ങൾ പറഞ്ഞതുപോലെ നാളെ ഒരു 25 ടോക്കൺ ആയിട്ട് തരുന്നു. പേയ്മെന്റ് ഷെഡ്യൂൾ വെച്ചുകൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതുന്നു. രജിസ്ട്രേഷൻ 3 മാസത്തിനുള്ളിൽ. ആരായാലും മിനിമം ഒരു 6 മാസം ചോദിക്കൂലേ? അത് വേണ്ട, നമുക്കൊരു 3 മാസം കൊണ്ട് പണിയിച്ചാളാം. എന്റെ രായനെ എനിക്ക് 25 ഇന്ന് കിട്ടണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാശ് വെച്ചിട്ട് സൺഡേ അല്ലേ പാപ്പൻ ചേട്ടാ? ആരാണ് ഇത്രയും കാശ് വീട്ടിൽ വെച്ചിരിക്കുക? നാളെ ബാങ്ക് തുടങ്ങിയ ക്യാഷ് റെഡി.
എന്റെ അഹമ്മദ് ഇന്ന് കിട്ടേണ്ടത് ഇന്ന് തന്നെ കിട്ടണ്ടേ? നാളെ എന്ന് പറയുമ്പോ അതിന്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു വരാ? ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാതെ മിസ്റ്റർ പാപ്പൻ. പണിക്കർ സാറേ, എനിക്കൊരു അത്യാവശ്യമുള്ളതുകൊണ്ട് ചോദിച്ചു പോയതാ, തെറ്റിദ്ധരിക്കരുത്. ഇല്ലെങ്കിൽ പോട്ടെ, ആൾക്കാർ വേറെ ലൈനിലുണ്ട്. ഞാനൊന്ന് വിളിക്കാൻ കാത്തു നിൽക്കാം അവര്. എന്നാ നിങ്ങൾ ചെല്ലേ, ഞാൻ ഇത്തിരി കഞ്ഞി കുടിക്കട്ടെ, വിശക്കുന്നു. എടാ എൽദോസേ. ചേട്ടാ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താ 25 റുപ്യ ഇവിടെ എത്തും. ആള് പുറപ്പെട്ടിട്ടുണ്ട്. എടാ 25 എന്ന് പറഞ്ഞാൽ 25 ലക്ഷം. നീ എന്തെടുത്താ പറയണേ? 25 ലക്ഷം ഇവിടെ എത്തുന്ന കാര്യം തന്നെ രാനിക്ക ഞാനും പറഞ്ഞത്. ഇവൻ കൊള്ളാമല്ലോ. എവിടുന്ന മോനെ കാശ് വരുന്നത്? പാളയത്തുന്ന ചേട്ടാ, അത് എത്തിപ്പോയി. നിന്നോട് ഇപ്പൊ ആരടാ കാശ് വെച്ചത്? ജോയ് അത് പറയല്ലേ. അവൻ നിന്ന നിൽപ്പിൽ 25 രൂപ അറേഞ്ച് ചെയ്തെങ്കിൽ അവൻ മിടുക്കനല്ലയോ? എന്താ മോനെ നിന്റെ പേര്? ജയപ്രകാശ്. ബെസ്റ്റ്. നീ വാ. ഏതാ പടം? രതി നിർവേദം. ഓ വാ വാ വാ. ആര് കൊണ്ടിരുന്നാ പറയണത്? രായനെ അവനെ പേടിപ്പിക്കല്ലേ. അല്ല ഏട്ടാ, എനിക്കറിയാത്താണ് അവന്റെ ഏണുങ്ങോണും. എന്റെ പൊന്നാര രാനിക്ക, ഈ കച്ചവടം നടക്കട്ടെ എന്ന് കരുതി ചെയ്താ. നിങ്ങൾ നാളെ എനിക്ക് തിരിച്ചു തന്നാ മതി. ക്യാഷ് വന്ന്. ആ പാപ്പൻ ചേട്ടാ, എണ്ണിക്കോളണേ. എണ്ണിക്കൊള്ളാം, കുറവുണ്ടേ പറയാം. ഓ. നീ ഇങ്ങോട്ട് ഇരുമനയോ മറേ. ജയപ്രകാശ്. അതെ തന്നെ. അപ്പൊ രായനെ എങ്ങനെയാ? രാനിക ഒന്ന് വന്നേ. ഒരു മിനിറ്റ്. ഇത് വേണോ പണിക്കർ സാറേ? എന്താ പ്രശ്നം? ആ ചെക്കന് 25 രാവിലെ കൊടുക്ക. അല്ല അത് നമുക്ക് കൊടുക്കാം. ചെയ്യാനൊരു വാക്കിന് വിലയില്ലാത്ത ആളാ. ഇന്ന് പറഞ്ഞാലേ നാളെ പറയാം. അവസാനം പണിക്കർ സാറ് നമ്മളുണ്ട് ഒരു കുഴി ചാടിച്ചു എന്ന് പറയരുത്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. പ്രോപ്പർട്ടി എനിക്ക് ഇഷ്ടമായി, പ്രൈസും റീസണബിൾ ആണ്. സ്ഥലം സാറിന് കോഴിക്കോട് ഇതിലും ബെസ്റ്റ് ഞാൻ കാട്ടിത്തരാം. ഞാനും പറഞ്ഞതാണ്ട് വിടാനാ. എന്താ നമുക്ക് വേറൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ സമദ് ഭായിയുടെ ബാങ്ക് റോഡിലെ മാളും കൊടുക്കാൻ വെച്ചിരിക്കുക. അതും 1 ലക്ഷം സ്ക്വയർ ഫീറ്റാ. നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ വേണ്ട. ഈ ചെറ്റായിട്ടുള്ള ഇടപാട് നീളം പോലും. സാറ് വരി. ഓക്കെ. എന്താണ് രായനെ, ഗൂഢാലോചന തീർന്നില്ലേ? പാപ്പച്ചേട്ടൻ ഞങ്ങൾ പോയിട്ട് ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിളിച്ച് വിവരം ഓ, പറയാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നാ പിന്നെ ആവട്ടെ. ഓ ശരി മിസ്റ്റർ പാപ്പൻ. ഓ എടുക്കട്ടെ. എന്ത്? കേശി. ആ എടുത്തോ. രായനിക്കും ജോയേട്ടനും നമ്മുടെ ഇടപെടൽ അത്ര സുഖിച്ചിട്ടില്ല. മനസ്സിലായി. ജയകുമാറേ, പോണില്ലേ? ഓ പോവാ. മോനെ, ആ നിനക്ക് താല്പര്യമുണ്ടോ ആ വസ്തുവില്? ചിരിച്ചു കണ്ടു മാറി പെട്ടിയിലിട്.